ബോട്ടിലും തീർത്തിട്ടുണ്ട്. അതേപോലെ 2 ബോട്ടിലും കൂടി എക്സ്ട്രാ ഉണ്ടായിരുന്നു. അത് ഇവിടെ എവിടെയോ ഉണ്ട് കാണാൻ. ഇന്ന് ഈ ഒരു പ്രോഡക്റ്റിന്റെ അതായത് കോസാറസ് സ്നെയിൽ മ്യൂസിൻ എസെൻസിന്റെ ഒരു റിവ്യൂ വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. ഒരുമാതിരി ഒരു ലിക്വിഡ് സെഗ്രഷൻ ഉണ്ടാവില്ലേ, ആ സെഗ്രഷൻ ആണ് ഇതിലുള്ളത് ഗൈസ്. ഇങ്ങനെ ഞെക്കി പിഴിഞ്ഞ് ഒഴിച്ച് ഉണ്ടാക്കുന്നതാണോ അല്ലെങ്കിൽ ഒച്ചിനെയൊക്കെ വേവിച്ച് ഉണ്ടാക്കുന്നതാണോ ഈ സംഭവം എന്നൊക്കെ വിചാരിച്ചിട്ട് വെച്ചിട്ടുണ്ടാവും ഇത് വാങ്ങാനായിട്ട്. പക്ഷെ റേറ്റ് കൊണ്ടാണ് മിക്കവരും വാങ്ങാത്തത്. കാശ് കൊടുത്ത് വാങ്ങുന്നതാണ്. ഇത് പെട്ടെന്ന് തീർന്നു പോകുന്നൊക്കെ എനിക്ക് ഭയങ്കര സംശയം. ഒരാഴ്ച എനിക്ക് ഒരു ചെറിയ ബ്രേക്ക് ഔട്ട്സ് ഉണ്ടായിരുന്നു. ഒക്കെ മാറി ഭയങ്കര ഒരു ഗ്ലോയിങ് എഫക്റ്റ് ആണ് ഇതും കൊണ്ട് പെപ്റ്റൈഡ് കോംപ്ലക്സ് ഉണ്ടെന്നാണ് ഇതിൽ പറയുന്നത്. ഈ ഒരു പ്രോഡക്റ്റിന്റെ ഒരു അരമുക്കാല് വരെയും ഞാനിത് തീർത്തിട്ടുണ്ട് കേട്ടോ. ഇത് മാത്രമല്ല, ഒരു ബോട്ടിലും തീർത്തിട്ടുണ്ട്. അതേപോലെ 2 ബോട്ടിലും കൂടി എക്സ്ട്രാ ഉണ്ടായിരുന്നു. അത് ഇവിടെ എവിടെയോ ഉണ്ട് കാണാനില്ല. അപ്പം എനിക്ക് ഇപ്പം കിട്ടിയത് ഈ ഒരു ബോട്ടിലാണ്. അപ്പം ഞാനിതൊരു 2 വർഷത്തിലേറെയായി ഞാനിത് യൂസ് ചെയ്ത് വരുന്നു. അപ്പം എന്തുകൊണ്ടും ഇതിൻ്റെ ഒരു റിവ്യൂ പറയാനായിട്ട് എനിക്ക് അർഹത ഉണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നമ്മൾ ഇന്ന് ഈ ഒരു പ്രോഡക്റ്റിൻ്റെ അതായത് കോസാറസ് സ്നെയിൽ മ്യൂസിൻ എസെൻസിൻ്റെ ഒരു റിവ്യൂ വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോണത്. ഇതിനിപ്പോൾ ചെയ്തില്ലെങ്കിൽ ഒരു മോശമായിരിക്കുമല്ലോ. എന്താ വെച്ചാൽ 2 വർഷമായി ഇത് യൂസ് ചെയ്യുന്നു, 2 വർഷത്തിലേറെ ആയിട്ടോ. അപ്പം നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ. അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പം ആദ്യം തന്നെ ഇത് എന്താണെന്ന് പറയാം. ഇത് കോസാറസ് അഡ്വാൻസ്ഡ് സ്നെയിൽ 96 മ്യൂസിൻ പവർ എസെൻസ് ആണ്. എന്തൊരു വലിയ പേരാണല്ലേ, അത്രയ്ക്ക് വലിയ പേരാണ് ഗൈസ്. നമുക്ക് ഷോർട്ടാക്കി സ്നെയിൽ മ്യൂസിൻ എന്ന് പറയാം. അപ്പോൾ അതാണിത്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് 1450 രൂപയൊക്കെയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. അപ്പോൾ റേറ്റ് കൊണ്ട് നിങ്ങൾ പേടിക്കണ്ട. ഞാൻ ഇതിൻ്റെ ബെനിഫിറ്റ്സും ഇത് എത്ര നാൾ ലാസ്റ്റ് ചെയ്യുമെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അത്രയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. പിന്നെ ഇത് മെയ്ഡ് ഇൻ കൊറിയയാണ്. കൊറിയക്കാരുടെ മെയിൻ സ്കിൻ കെയർ പ്രൊഡക്ട്സിൽ ഒന്നാണ് കേട്ടോ ഇത്. അപ്പം ഏറ്റവും കൂടുതൽ റിവ്യൂസും ഏറ്റവും കൂടുതൽ യൂട്യൂബ് തുറന്നു കഴിഞ്ഞാൽ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു കൊറിയൻ സ്കിൻ കെയർ പ്രൊഡക്ട്സിൽ മെയിൻ ആയിട്ടുള്ളത് ഈ ഒരു കോസാറസിൻ്റെ സ്നെയിൽ മ്യൂസിൻ എസെൻസ് ആണ്. അപ്പം ഇത് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കണമെന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മുടെ ഒച്ചുണ്ടല്ലോ, നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാവുന്ന ഒച്ച്, വീട്ടിലൊക്കെ പോകുന്ന ഒച്ച്, ആ ഒച്ച് പോണ വഴിക്ക് ബാക്കിൽ കൂടി ഇങ്ങനെ ഒരുമാതിരി ഒരു ലിക്വിഡ് സെഗ്രഷൻ ഉണ്ടാവില്ലേ, ആ സെഗ്രഷനാണ് ഇതിലുള്ളത് ഗൈസ്. ആ വളുവളുപ്പ് പോലെ ഇരിക്കുന്ന ഒരു സംഭവം, അതാണ് ഇതിലുള്ളത്. എന്നും പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ ഒച്ചുകളൊക്കെ ഇങ്ങനെ ഞെക്കി പിഴിഞ്ഞ് ഒഴിച്ച് ഉണ്ടാക്കുന്നതാണോ അല്ലെങ്കിൽ ഒച്ചിനെയൊക്കെ വേവിച്ച് ഉണ്ടാക്കുന്നതാണോ ഈ സംഭവം എന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും. അതല്ല, ഒച്ചുകളൊന്നും കൊല്ലുന്നില്ല കേട്ടോ ഇതിൽ. അതായത് കൊറിയക്കാര് എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കും വലുതായിട്ട് പറഞ്ഞു തരാൻ അറിയില്ല, എന്നാലും ഞാൻ എൻ്റെ ഒരു രീതിയിൽ പറഞ്ഞുതരാം. കൊറിയക്കാര് ഈ ഒച്ചുകളെല്ലാം കൂടി ഒന്ന് സ്പാ ചെയ്യും. സ്പാ ചെയ്യുമ്പോൾ എന്താണ്, അത് ചൂട് കയറി അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവുന്ന ഈ സെഗ്രേഷൻ ഉണ്ടല്ലോ, ഈ ലിക്വിഡ് അവർ ഫിൽറ്റർ ചെയ്ത് ഒരു കണ്ടെയ്നറിലാക്കുന്നുണ്ടല്ലോ. ആ ഒരു ലിക്വിഡ് ഫിൽറ്റർ ചെയ്താണ് നമുക്ക് ഈ ഒരു ബോട്ടിലാക്കി തരുന്നത്. ഇതിൽ 96% സ്നെയിൽ മ്യൂസിൻ തന്നെയാണ്. പിന്നെ അതിൽ ബാക്കിയുള്ളൊരു 4% ഒക്കെയാണ് വേറെ കുറച്ച് കണ്ടൻറ്റൊക്കെ ആഡ് ചെയ്ത് നമുക്ക് ഈ ഒരു ബോട്ടിലാക്കി തരുന്നത്. ഇങ്ങനെയൊക്കെ ഗൈസ് എനിക്ക് പറഞ്ഞു തരാൻ അറിയുള്ളൂ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒരു ഒച്ചുകളെ പോലും ഹാം ചെയ്യുന്നില്ല. അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ ഗൈസ്. ഇത് ഇനി എൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പം ഞാനിത് 2 വർഷത്തിലേറെ ഞാനിത് യൂസ് ചെയ്ത് വരുന്നു. യൂട്യൂബ് തുറന്നു കഴിഞ്ഞാൽ ഇതാണ് മെയിനായിട്ട് നമ്മുടെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു പ്രൊഡക്ട്സിലൊന്ന്, കൊറിയൻ സ്കിൻ കെയർ പ്രൊഡക്ട്സിലൊന്ന്. അപ്പം ഞാനിത് പണ്ട് മുതൽ, അതായത് 2 വർഷം മുന്നേ ഞാനിത് കാർട്ടിലിട്ട് വെച്ചിരുന്നതാണ്. ഇപ്പോൾ ഒട്ടുമിക്കവരും കാർട്ടിലിട്ട് വെച്ചിട്ടുണ്ടാവും ഇത് വാങ്ങാനായിട്ട്. പക്ഷെ റേറ്റ് കൊണ്ടാണ് മിക്കവരും വാങ്ങാത്തത്. എനിക്കും അതേപോലെ തന്നെയായിരുന്നു. റേറ്റ് കാരണമാട്ടോ ഞാനിത് വാങ്ങാണ്ടിരുന്നത്. പക്ഷെ ഉണ്ടല്ലോ ഗൈസ്, ഞാൻ ഒരു ദിവസം 2ഉം കൽപ്പിച്ച് ഓർഡർ ചെയ്തതാണിത്. പക്ഷെ ഓർഡർ ചെയ്ത് കഴിഞ്ഞ് ഇത് വന്ന് ഞാനിത് യൂസ് ചെയ്ത് തുടങ്ങി പിന്നെ ഉണ്ടല്ലോ, ഒരാഴ്ചക്കുള്ളിൽ നമുക്കതിൻ്റെ റിസൾട്ട് കിട്ടും. എന്നുവെച്ചാൽ ഒരു വിസിബിൾ റിസൾട്ട് തന്നെ നമുക്ക് ഒരാഴ്ചയിൽ കിട്ടുമെന്നാണ് ഇതിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഹൈലൈറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഇത് വാങ്ങിച്ചപ്പോൾ എനിക്ക് മെയിൻ ആയിട്ടുള്ള ഒരു സംശയം എന്ന് പറയുന്നത്, നമ്മൾ ഇത്രയും കാശ് കൊടുത്ത് വാങ്ങുന്നതാണ്, ഇത് പെട്ടെന്ന് തീർന്നു പോകുമെന്നൊക്കെ എനിക്ക് ഭയങ്കര സംശയമായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഇത്ര റേറ്റ് ഉണ്ട്, നമുക്ക് ഒരു മാസം ഒന്നും പോരാ. എന്താണെന്ന് വെച്ചാൽ ഇത്രയും റേറ്റ് ഉണ്ടല്ലോ. അപ്പോൾ ഞാനിത് യൂസ് ചെയ്ത് വന്നപ്പോഴാണ് എനിക്ക് ആ ഒരു സത്യം മനസ്സിലായത് ഗൈസ്.
എന്താണെന്ന് വെച്ചാൽ ഇത് എങ്ങനെ പോയാലും ഒരു 4-5 മാസം വരെ ഇത് എന്തായാലും യൂസ് ചെയ്യാൻ പറ്റും, എങ്ങനെ പോയാലും യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ ഇത് ഒരുപാട് അങ്ങോട്ട് എടുക്കേണ്ട ആവശ്യമില്ല. ഒരു 2-3 പമ്പ് വരെ മാക്സിമം 3 പമ്പ് വരെ എടുത്താൽ മതി. ഡെയിലി 1 ടൈം ഒക്കെ യൂസ് ചെയ്താലും മതി കേട്ടോ. ഭയങ്കര ഹൈഡ്രേഷനാണ് തരാം. അപ്പോൾ ഇതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് മെയിനായിട്ട് പറയാനുള്ളത് ഹൈഡ്രേഷനാണ്. അപ്പോൾ ഒരു വർഷത്തിൽ ഒരു 2 തവണയൊക്കെ ഇത് വാങ്ങിച്ചാൽ മതിയാവും കേട്ടോ. എങ്ങനെ പോയാലും ഒരു 4-5 മാസം വരെ യൂസ് ചെയ്യാൻ പറ്റുമല്ലോ. പിന്നെ എൻ്റെ വീട്ടിൽ ഞാൻ മാത്രമേ ഇത് യൂസ് ചെയ്യാറുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരാൾക്ക് എങ്ങനെ പോയാലും ഒരു 4-5 മാസത്തേക്ക് ഇതെന്തായാലും പോകും കേട്ടോ. ഇപ്പം ഞാൻ ഇത് വാങ്ങിച്ചിട്ട് തന്നെ ഒരു 3 മാസത്തിലേറെ ആയിട്ടുണ്ട്, എന്നിട്ടും ഇത്രയും ബാക്കിയുണ്ട്. അപ്പം അങ്ങനെയാണ്. പിന്നെ ഹൈഡ്രേഷൻ, ഡ്രൈ സ്കിൻ ഉള്ളവർ എന്തായാലും കണ്ണും പൂട്ടി വാങ്ങിച്ചോളൂ. അടിപൊളിയാണ്. ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കാനും ഡ്രൈനെസ് ഒക്കെ മാറാൻ അടിപൊളിയാണ്. പിന്നെ ഒരു സ്കിൻ നല്ലൊരു ഗ്ലോ ഉണ്ടാവും, അതാണ് മെയിനായിട്ട് പറയേണ്ടത് കേട്ടോ. പിന്നെ ഉള്ളിൽ നിന്നൊരു ഗ്ലോ ഉണ്ടാവില്ലേ, ആ ഒരു ഗ്ലോ ഉണ്ടാവും. പിന്നെ എൻ്റെ ഓയിലി സ്കിന്നാണ്, എൻ്റെ ഓയിലി സ്കിന്നായിട്ടും വരെ എനിക്ക് നല്ലൊരു മാറ്റം വന്നിട്ടുണ്ട്. നല്ലോണം ഒരു ഗ്ലോ ആയിട്ടുണ്ട്. നല്ലോണം നമ്മുടെ ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ നല്ലോണം ഫെയ്ഡ് ആവും. പിന്നെ അതേപോലെ പിഗ്മെൻറ്റേഷന് ഒരു ഗ്ലോ വരും, അതായത് നമ്മുടെ സ്കിന്നൊരു ഈവൻ ടോൺ ആകും. അതാണ് എനിക്ക് മെയിനായിട്ട് തോന്നിയത്. പിന്നെ നല്ല ഹൈഡ്രേഷനും ഉണ്ടാവും കേട്ടോ. എല്ലാവരുടെയും സ്കിൻ ഒരുപോലെ ആയിരിക്കണമെന്നില്ല. നിങ്ങളുടെ ഓയിലി സ്കിൻ ആണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് സ്യൂട്ട് ആവണമെന്നില്ല. എല്ലാവരുടെയും സ്കിൻ വേറെ വേറെ ആണല്ലോ. അതുകൊണ്ട് നിങ്ങളൊന്ന് പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യുക. പിന്നെ ഇത് എനിക്ക് ഫസ്റ്റ് യൂസ് ചെയ്ത് 2 വർഷം മുന്നേ ഫസ്റ്റ് യൂസ് ചെയ്ത ടൈമിൽ എനിക്ക് വന്ന എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്, ഫസ്റ്റ് യൂസ് ചെയ്തപ്പോൾ ഒരാഴ്ച എനിക്ക് ഒരു ചെറിയ ബ്രേക്ക് ഔട്ട്സ് ഉണ്ടായിരുന്നു. അത് നോർമലാണ്. അത് ഓർത്തിട്ട് അങ്ങനെ ബ്രേക്ക് ഔട്ട്സ് വരുവാണെങ്കിൽ തന്നെ നിങ്ങളത് നിർത്തിക്കളയരുത്. നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുക. ഒരാഴ്ച വരെ നോർമലാണ്. 2 ആഴ്ചയ്ക്ക് ശേഷം നിങ്ങളിത് ബ്രേക്ക് ഔട്ട്സ് വരുവാണെങ്കിൽ നിങ്ങൾക്കിത് സ്യൂട്ട് ആവില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം നിങ്ങൾ ഡിസ്കണ്ടിന്യൂ ചെയ്തേക്കാം. അല്ലെങ്കിൽ ഒരാഴ്ചയ്ക്ക് ശേഷം പിന്നെ കുഴപ്പമില്ല, ഇത് യൂസ് ചെയ്തിട്ടും കുഴപ്പമില്ല എന്നാണെങ്കിൽ ഇത് എന്തായാലും യൂസ് ചെയ്യാം കേട്ടോ. എന്താ വെച്ചാൽ എനിക്ക് ഒരാഴ്ച ബ്രേക്ക് ഔട്ട്സ് വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം എനിക്ക് സ്കിന്നിനോട് സ്യൂട്ടായി. പിന്നെ എനിക്ക് ബ്രേക്ക് ഔട്ട്സും കാര്യങ്ങളൊന്നും വന്നിട്ടുണ്ട്. അനീത്തിയുടെ ഓയിലി സ്കിന്നാണ്. പിന്നെ അതേപോലെ ആക്നെ പ്രോൺ സ്കിന്നും കൂടിയാണ്. അവൾക്കിത് ഒട്ടും സ്യൂട്ട് ആവാറില്ല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇത് ഇടാൻ നേരത്ത് അവൾക്ക് ബ്രേക്ക് ഔട്ട്സ് വരാറുണ്ട്. അതുകൊണ്ട് പിന്നെ ആക്നെ പ്രോൺ സ്കിൻ ആയതുകൊണ്ട് തന്നെ അവൾ ഇത് യൂസ് ചെയ്യാറില്ല. അപ്പോൾ എല്ലാവരുടെയും സ്കിൻ കണ്ടീഷൻ നോക്കിയിട്ട് വേണം ഇത് യൂസ് ചെയ്യാനായിട്ട്. ഇത് നമ്മുടെ സ്കിന്നിന് സ്യൂട്ടായി കഴിഞ്ഞാൽ വേറൊരു പ്രൊഡക്റ്റ് വാങ്ങേണ്ട ആവശ്യമില്ല. ഇത്രയും അടിപൊളിയായിട്ടുള്ളൊരു സംഭവമാണിത്. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഒരു വർഷം മുന്നേ വരെ ഒരു ടൈമിൽ ഞാൻ കുറച്ച് ഗ്യാപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. അതായത് ഒരു 3-4 മാസം വരെ ഞാൻ ഒരു സ്കിൻ കെയറും ചെയ്യാതിരുന്നിട്ടുണ്ട്. അതായത് സമയം ഉണ്ടായിരുന്നില്ല മെയിനായിട്ട്. പിന്നെ ജോലിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഒരു സ്കിൻ കെയറും ചെയ്യാറുണ്ടായിരുന്നില്ല. ആകെ തൈര് മാത്രം വീട്ടിൽ വരുമ്പോൾ ഉണ്ടായുള്ളൂ. വേറെ ഒരു സ്കിൻ കെയർ പ്രൊഡക്ട്സ് ഒന്നും യൂസ് ചെയ്യാറുണ്ടായില്ല. അപ്പോൾ ആ ടൈമിൽ എൻ്റെ സ്കിൻ ഭയങ്കര ഡള്ളായിരുന്നു. ഒരു ഡീഹൈഡ്രേറ്റഡ് ആയിട്ടായിരുന്നു ഇരുന്നിരുന്നത്. അങ്ങനെ ഞാൻ പിന്നെയും ഇത് പർച്ചേസ് ചെയ്തു. അപ്പോൾ എനിക്ക് തോന്നിയ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു 1 വീക്കിനുള്ളിൽ തന്നെ എൻ്റെ ആ ഡൾനെസ് മാറി. സ്കിന്നൊന്ന് ഡീഹൈഡ്രേറ്റഡ് ആയിട്ടിരുന്ന സ്കിൻ ഭയങ്കരമായിട്ട് ഹൈഡ്രേറ്റ് ആയി. അതേപോലെ ഒരു ഇന്നർ ഗ്ലോ വരാനും തുടങ്ങി. എൻ്റെ ഒരു മെയിനായിട്ടുള്ള സ്കിൻ കെയറിൽ, അതായത് കൊറിയൻ സ്കിൻ കെയർ പ്രൊഡക്ട്സിൽ ഞാൻ എപ്പോഴും ആദ്യത്തെ കഴിഞ്ഞ 2024-23 ടൈമിലാണെങ്കിലും ഈ 2025 ഈ ഒരു ടൈമിലാണെങ്കിലും എൻ്റെ ഫസ്റ്റ് ഞാൻ ഒരിക്കലും റിഗ്രറ്റ് ചെയ്യാണ്ട് വാങ്ങുന്ന ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു സംഭവിക്കും. ഇനിയും ഞാൻ റീപർച്ചേസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് ആയിരിക്കും ഇത്. അപ്പോൾ ഇത് സ്യൂട്ട് ആവണവർക്ക് ഇതൊരു ഹോളി ഗ്രെയിൽ പ്രൊഡക്റ്റ് ആയിരിക്കും കേട്ടോ. അത് പിന്നെ ഇത് നമുക്ക് ഏതിൻ്റെ ഒപ്പമൊക്കെ ആഡ് ചെയ്യാം എന്നുള്ളതാണ് ഞാൻ പറയാൻ പോണത്. ഇത് നമുക്ക് വിറ്റാമിൻ സി സീറം ഉണ്ടല്ലോ, സീറോ ആയിട്ട് യൂസ് ചെയ്യാം. അപ്പം ഞാൻ ഇതിൻ്റെ ഒപ്പം ആഡ് ചെയ്യുന്ന ഒരു സീറം എന്ന് പറയുന്നത് ഈ പ്ലമ്മിൻ്റെ വിറ്റാമിൻ സി സീറം ആണ്. ഇത് ഭയങ്കര, ഈ രണ്ടിൻ്റെയും കോമ്പിനേഷൻ ഉണ്ടല്ലോ ഗൈസ്, ഒന്നും പറയാനില്ല. എന്ന് വെച്ചാൽ അത്രയ്ക്ക് അടിപൊളിയായിട്ടുള്ളൊരു കോമ്പിനേഷനാണ് ഇത് രണ്ടും കൂടി ഉള്ളത്. സൂപ്പർ കോമ്പിനേഷനാണ് കേട്ടോ ഇത് രണ്ടും. ഇതിൻ്റെ ഒപ്പം യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ടോണർ പറഞ്ഞുതരാം. അതായത് കൊറിയൻ സ്കിൻ കെയറിന് എനിക്ക് വർക്ക് ചെയ്തിട്ടുള്ളൊരു ടോണർ പറഞ്ഞുതരാം. അതാണ് ഇത് ഗൈസ്. ഇത് ടോണിമോളിയുടെ ഒരു സെറാമൈഡ് മോച്ചി ടോണറാണ്. ഇത് ഞാനിപ്പോൾ 6 മാസത്തിലേറെയായി ഞാനിത് യൂസ് ചെയ്ത് വരുന്നു. 6-8 മാസമൊക്കെ ആയിട്ടുണ്ട് ഞാനിത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഈ ഒരു ടോണർ ഉണ്ടല്ലോ, ഞാനിത് യൂസ് ചെയ്തേ പിന്നെ ഞാൻ വേറൊരു ടോണർ ഒന്നും വാങ്ങിച്ചിട്ടില്ല. എന്ന് വെച്ചാൽ അത്രയ്ക്ക് അടിപൊളി പ്രൊഡക്റ്റാണ്. ഇതിനും റേറ്റ് ഉണ്ട്, 1500 നമുക്ക് നൈക്കയിലൊക്കെ ഓഫർ വരുമ്പോൾ വാങ്ങിച്ചാൽ മതി. അപ്പോൾ ഒരു 1300-1200 ആ ഒരു റേഞ്ചിൽ കിട്ടും. അപ്പോൾ ഞാൻ ഓഫർ വരുമ്പോഴാണ് ഇത് വാങ്ങാറ്. ഈ ടോണർ ഉണ്ടല്ലോ,
നമ്മൾ ഫേസിൽ ഇടുമ്പോൾ തന്നെ നല്ലൊരു റൈസ് വാട്ടറൊക്കെയാണ് ഇതിലുള്ളത്. അപ്പോൾ ഇത് നല്ലൊരു എന്താണ് ഭയങ്കര എന്താണ് ഡ്രൈനെസ് ഒക്കെ മാറി ഭയങ്കര ഒരു ഗ്ലോയിങ് എഫക്റ്റാണ് ഇതും കൊണ്ട് ഉണ്ടാവുക. അപ്പോൾ ഇത് ഇങ്ങനത്തെ ഇത് 500 മില്ലിയുടെ ബോട്ടിലാണ്. അപ്പോൾ ഞാനിത് ആദ്യം ഒരു 6 മാസം മുന്നേ ഞാൻ ഈ ഒരു ബോട്ടിലും കൂടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് തീർന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ പുതിയതായിട്ട് റീപർച്ചേസ് ചെയ്താണ്. ഇതും ഒരു മാസം 2 മാസത്തിലേറെയായി. അപ്പോൾ ഇത് ഞാനും സോനയും യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഇത്രയും നാൾ നിൽക്കണത്. ഒരാൾക്ക് മാത്രം യൂസ് ചെയ്യുകയാണെങ്കിൽ എന്തായാലും ഒരു 6-7 മാസം വരെ ഇത് യൂസ് ചെയ്യാൻ പറ്റൂ കേട്ടോ. അപ്പം ഞാൻ സോന യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് ഒരു 3-4 മാസമാണ് ഇത് എപ്പോഴും നിൽക്കാറുള്ളൂ. അപ്പം അങ്ങനെ ഇത് ഭയങ്കര നല്ല ഒരു ടോണറാണ്. ഹൈഡ്രേറ്റും ആവും, അതേപോലെ നല്ലൊരു ഗ്ലോ ഉണ്ടാവും കേട്ടോ ഇത് ഇട്ട് കഴിഞ്ഞാൽ. അതായത് ഈ പ്ലമ്മിൻ്റെ ഈ ഒരു ബോട്ടിലിട്ട് കുറച്ചിങ്ങനെ ഇട്ട് വെച്ചിട്ടാണ് ഞാൻ മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാറ്. അതായത് ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കാറ്. നല്ലൊരു കാമിങ് സ്മെല്ലും ആണ് കേട്ടോ. എന്തൊരു നല്ലൊരു കാമിങ് സ്മെല്ലാണ്, നല്ല സ്മെല്ലാണ് ഇതിന്. അപ്പം പിന്നെ ഇതിന് 1000 സംതിങ് ഉണ്ടല്ലോ. ഈ പ്ലമ്മിൻ്റെ നിയാസിനമൈഡ് റൈസ് വാട്ടർ ടോണർ ഉണ്ടല്ലോ, ഇതിന് 400 സംതിങ് ആണ്. ഇത് കുറച്ച് അഫോർഡബിൾ റേഞ്ചാണ് വേണ്ടെങ്കിൽ ഈ ഒരു പ്ലമ്മിൻ്റെ നിയാസിനമൈഡ് ടോണർ യൂസ് ചെയ്യാവുന്നതാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു വണ്ടറിൻ്റെ ടോണി മോളി ടോണർ യൂസ് ചെയ്യാവുന്നതാണ്. പ്രോഡക്റ്റ് കാണിച്ചു തരാം. ഡെർമാക്ക് ഒരു സ്നെയിൽ മ്യൂസിൻ സിറം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. സ്നെയിൽ പെപ്റ്റൈഡ് 96 ഹൈഡ്രേറ്റിംഗ് സിറം. അപ്പം ഞാൻ ഇതും വാങ്ങിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നു ഏതാണ് നല്ലതെന്ന് അറിയാൻ. അപ്പോൾ ഇതും ഒരു സ്നെയിൽ മ്യൂസിൻ എസെൻസ് ഉള്ളതാണ്. അതേപോലെ തന്നെ ഇതിൽ നിയാസിനമൈഡ് ഉണ്ട്, 2% പെപ്റ്റൈഡ് കോംപ്ലക്സ് ഉണ്ടെന്നാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ ഇതിൽ നോക്കുകയാണെങ്കിൽ അതേപോലെ തന്നെ സ്നെയിൽ മ്യൂസിൻ്റെ പോലെ തന്നെ ഭയങ്കര കണ്ടില്ലേ, ഇതേപോലെയാണ് സ്നെയിൽ മ്യൂസിനുള്ളത് കൊണ്ട് തന്നെ ഭയങ്കര ഹൈഡ്രേറ്റിംഗ് ആണ്. പക്ഷേ എനിക്ക് പറയാനുള്ളത് ഇത് നല്ലോണം ബ്രൈറ്റൻ ആക്കുന്നുണ്ട്. അതായത് സ്നെയിൽ മ്യൂസിനെ പോലെ തന്നെ നല്ലോണം ബ്രൈറ്റൻ ആക്കുന്നുണ്ട്. പക്ഷേ കുറച്ചും കൂടി ഹൈഡ്രേഷൻ കൂടുതൽ നമ്മുടെ കോസാറ സ്നെയിൽ മ്യൂസിനാണ്. ഇത് വാങ്ങാൻ ക്യാഷ് ഇല്ലാത്തവരാണെങ്കിൽ, കുറച്ച് അഫോർഡബിൾ റേഞ്ച് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡെർമാക്കോൻ്റെ സ്നെയിൽ പെപ്റ്റൈഡ് 96 ഹൈഡ്രേറ്റിംഗ് സിറം വാങ്ങാവുന്നതാണ് കേട്ടോ. പക്ഷേ ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നത് ഇതാണ്. എന്താണെന്ന് വെച്ചാൽ ഇതിനെ റീപ്ലേസ് ചെയ്യാൻ ആർക്കും പറ്റില്ല. എന്ന് വെച്ചാൽ അത്രയ്ക്ക് അടിപൊളി പ്രൊഡക്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ക്യാഷ് കുറവാണെന്നുള്ളവർക്കാണെങ്കിൽ മാത്രം ഈ ഒരു ഡെർമാക്കോൻ്റെ സ്നെയിൽ പെപ്റ്റൈഡ് 96 ഹൈഡ്രേറ്റിംഗ് സിറം വാങ്ങാം. ഇതൊരു സ്പോൺസേഡ് വീഡിയോ ഒന്നുമില്ല, ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് ആണ് പറയുന്നത്. മോയ്സ്ചറൈസറും കൂടി കാണിച്ചു തരാം. മോയ്സ്ചറൈസർ ഞാനിത് ഈ കോസാറസിൻ്റെ തന്നെ സ്നെയിൽ മ്യൂസിൻ്റെ മോയ്സ്ചറൈസറും വാങ്ങിച്ചിട്ടുണ്ടായി, ഓൾ ഇൻ വൺ ക്രീം. ഇതും അടിപൊളി മോയ്സ്ചറൈസറാണ് കേട്ടോ. ഇത് ഞാനിപ്പോൾ 2-3 മാസത്തിലേറെയായി ഞാൻ യൂസ് ചെയ്ത് തുടങ്ങിയിട്ട്. ഇനി ഇത്രയും കൂടി ബാക്കിയുണ്ട് കേട്ടോ. ഇതും അടിപൊളി മോയ്സ്ചറൈസറാണ്. നല്ലോണം ഹൈഡ്രേറ്റ് ആയിരിക്കും സ്കിൻ. അതേപോലെ പിമ്പിൾസും കാര്യങ്ങളൊന്നും വരില്ല. എനിക്ക് വരാറില്ല, ഇനിയും നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് ആണ് പറയുന്നത്. പിമ്പിൾസും കാര്യങ്ങളൊന്നും വരാറില്ല. ഞാനിത് രാത്രിയാണ് യൂസ് ചെയ്യാറ്. അപ്പോൾ നല്ലോണം ഹൈഡ്രേറ്റ് ആയി പിറ്റേ ദിവസം ഉണ്ടല്ലോ നല്ലൊരു ബേബി സോഫ്റ്റ് ആയിട്ട് നല്ല രസമായിരിക്കും നമ്മുടെ സ്കിൻ കാണാനായിട്ട്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് വാങ്ങാവുന്നതാണ്. നല്ല ഹൈഡ്രേഷൻ തരുന്ന ഒരു പ്രൊഡക്റ്റാണിത്. അതേപോലെ പോൺസിൻ്റെ വിറ്റാമിൻ ഇ മോയ്സ്ചറൈസർ, ജെൽ മോയ്സ്ചറൈസർ ഉണ്ടല്ലോ, അതും അടിപൊളിയാണ്. അഫോർഡബിൾ റേഞ്ച് വേണമെങ്കിൽ പോൺസിൻ്റെ വിറ്റാമിൻ ഇ മോയ്സ്ചറൈസർ വാങ്ങാവുന്നതാണ് കേട്ടോ. അത് ഞാൻ എപ്പോഴും എൻ്റെ വീഡിയോസ് കാണുന്നവർക്കൊക്കെ അറിയാൻ പറ്റും, ഞാൻ അതിൻ്റെ ഒരു ബിഗ് ഫാനാണ്. ആ ഒരു മോയ്സ്ചറൈസറും അടിപൊളിയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു.